ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ച് നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളിവിടെ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ നന്നായിട്ട് വേവിച്ചുടച്ച പൊട്ടറ്റോ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും സവാളയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് വാട്ടിയെടുക്കണേ. സവാള നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിനാവണം, ആ ഒരു രീതിക്ക് വേണം നമ്മുടെ പൊട്ടറ്റോ ഇരിക്കാനേ. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണോളം മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മസാലകളെല്ലാം പൊട്ടറ്റോയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഫില്ലിങ് നന്നായി ചൂട് മാറാനായിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്രെഡ് ഒന്ന് വേവിച്ചെടുക്കുവാണ് വേണ്ടത്. അതിനായിട്ട് ഇഡലിച്ചെമ്പ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ആവി വന്ന് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ 6 സ്നാക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 6 ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ആ ഒരു ഇഡലിച്ചെമ്പിൽ ആവിയൊക്കെ ഒന്ന് വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ ബ്രെഡ് ഓരോന്നായിട്ടും വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 6 ബ്രെഡ് മറ്റേ ടൈം തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മിനിറ്റോളം മാത്രം ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ ബ്രെഡ്. ഇപ്പോൾ ഇത് 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ആവിയിൽ വെച്ച ബ്രെഡ് ഒന്ന് ഇഡലിപ്പാത്രത്തിൽ നിന്നും മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി ആ ബ്രെഡിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം നമ്മൾ ആ ഒരു സൈഡ് പോർഷൻ, ആ ഒരു ബ്രൗൺ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത് എഗ്ഗും ബ്രെഡ് ക്രംസും ആണ്. അപ്പോൾ 2 എഗ്ഗ് എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ബ്രെഡ് ചപ്പാത്തി പലകയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട്. 2 സൈഡും നന്നായിട്ട് പരത്തിയ ശേഷം നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാവേ. ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ റോൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന 6 ബ്രെഡ് പീസസും ഇതുപോലെ പരത്തി ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് റോൾ ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുഴുവൻ ബ്രെഡിലും ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് സെറ്റാക്കിയെടുത്ത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു റോൾ ചെയ്ത ബ്രെഡ് പീസസ് എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബ്രെഡ് റോൾ ഒന്ന് എഗ് മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസിലൊക്കെ ഒന്ന് കോട്ട് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ട് നമ്മളൊരു സ്പൂൺ വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും ഒരുപാട് അങ്ങോട്ട് പിടിക്കത്തില്ല കേട്ടോ. അപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഇതുപോലെ ഒന്ന് വെന്ത ശേഷം നമ്മളത് കോരി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രെഡ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.